പുതിയൊരു കോരവിചാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇ ഡിയെ നമ്മുടെ CPM ഗുണ്ടകൾ ആക്രമിച്ച വാർത്ത കണ്ടിരുന്നു. അതായത് മുഖ്യമന്ത്രിയായിരുന്ന ഒരച്ഛനും മകളും കൂടെ ചെയ്ത അഴിമതി. നമ്മൾ എത്ര നാൾ തൊട്ട് ഈ അഴിമതിയുടെ കഥ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ അതിനെതിരെ നടപടി എടുക്കാനായിട്ട് കേന്ദ്രത്തിൻ്റെ അന്വേഷണ ഏജൻസി ED വന്നപ്പോഴത്തേക്കും ആ ED ഉദ്യോഗസ്ഥന്മാരെ നേരിടാനായിട്ട് പാർട്ടി ഗുണ്ടകളെ ചീമുട്ടയും ഇഷ്ടികയും ഒക്കെ കൊടുത്ത് ഇറക്കി വിടുന്ന ഒരു പാർട്ടി നേതൃത്വത്തിനെയാണ് നമ്മൾ കണ്ടത്. അത് ഈ അച്ഛനും മകളും ഈ അഴിമതി എന്ന് പറഞ്ഞ് പാവപ്പെട്ട ആളുകൾ എന്ത് പഴിച്ചു, ഇവിടുത്തെ ജനങ്ങൾ എന്ത് പഴിച്ചു, അതാണ് കോരൻ ആലോചിക്കുന്നത്. അക്രമം ചെയ്യുകയിൽ എന്തിനേയും കരത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാൻ വടികൾ നൽകി കമ്മികളെ തെരുവിലേക്ക് അയച്ചത് ഈ നേതാക്കൾ. അതായത് പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും കരത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാൻ 2 കരങ്ങൾ നൽകി മനുഷ്യനെ പായലിൽ അയച്ചത് ഈശ്വരൻ എന്നൊരു കവിതാശകലമുണ്ട്. ആ കവിതാശകലം ഇങ്ങനെ ഒന്ന് മാറ്റി പറഞ്ഞു നോക്കുവാണ് നമ്മുടെ കോരൻ. ഈ പോലീസ് നമ്മുടെ സ്വത്തിനും ജീവനുമൊക്കെ സംരക്ഷണം തരേണ്ട പോലീസ് നോക്കി നിൽക്കുകയാണ് ഈ പാർട്ടി ഗുണ്ടകൾ ഇങ്ങനെ തലസ്ഥാനത്ത് അഴിഞ്ഞാടിയത്. ഒരു പാവപ്പെട്ട ടാക്സി ഡ്രൈവറുടെ ജീവിത ഉപാധി വരെയും തകർത്ത് അവനെ പരിക്ക് വരെ പറ്റി ഇവർ ഭയങ്കര തൊഴിലാളി വർഗ പാർട്ടിയാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഒരു പാവം തൊഴിലാളിയുടെ ജീവിതമാർഗം വഴിമുടക്കിയാണ് ഇവർ ഇന്നലെ ആഘോഷിച്ചത്. ഈ പാർട്ടി പ്രവർത്തകരുടെ പെട്ടെന്നുണ്ടായ വിക്ഷോഭമെന്നാണ് നേതാക്കൾ അവകാശപ്പെടുന്നത്. ഈ അച്ഛനും മകളും നിയമത്തിന് അതീതരാണോ? ഇവിടെ ഇവർ എന്ത് കൊലപാതകം ചെയ്താലും ഇവരെയൊന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? പാർട്ടി ഓഫീസിലേക്ക് പോലീസിനെ കടത്തത്തില്ലെന്ന് ഇവർ പ്രതികളെല്ലാം പാർട്ടി ഓഫീസിനകത്ത് വെച്ചിട്ട് പോലീസിനെ കയറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ശരിയാകുമോ?